ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും തെറ്റ് പറ്റാൻ ചാൻസ് ഉള്ളതുമായ ഒരു ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. നമുക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് കാണുന്നിടത്തൊക്കെ ഹാസ്, ഹാവ് മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകൾ നമ്മൾ അറിയാതെ തന്നെ വരുത്തുന്ന ഒരു ടെൻസാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. ആദ്യമായിട്ട് ഇതെങ്ങനെയാണ് നമുക്കൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കാവുന്നതാണ്. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതെന്താണെന്നുള്ളത് നോക്കാം. തേർഡ് ഫോം ഓഫ് ദ വെർബിനാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ എക്സാമ്പിളാണ് എനിക്ക് തരുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൺ. ഗോൺ എന്നുള്ളത് തേർഡ് ഫോം ഓഫ് ദ വെർബാണ്. നമുക്ക് ഗോ, വെൻറ്റ്, ഗോൺ. ഒന്നാമത്തെ നമ്മൾ ഗോ എന്ന് പറയുന്നു, അതിൻ്റെ രണ്ടാമത്തെ ഫോമാണ് വെൻറ്റ്, അതായത് പാസ്റ്റ് ടെൻസ്. തേർഡ് ഫോമാണ് ഗോൺ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് സീ, സോ, സീൻ. നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതിൻ്റെ അകത്ത് സീനാണ് തേർഡ് ഫോം. ഈറ്റ്, എയ്റ്റ്, ഈറ്റാണ്. അതുപോലെ ഗെയിൻ, ഗെയിൻഡ്, ഗെയിൻഡ്. ഇതാണ് എക്സാമ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ അല്ലെങ്കിൽ തേർഡ് ഫോം ഓഫ് വെർബിൻ്റെ. നമുക്ക് എപ്പോഴാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഒന്നാമത് നമുക്കറിയില്ല, വി ഡോണ്ട് നോ ദ ടൈം ബട്ട് ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയൊരു സംഭവം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് സമയം അറിയില്ല. അപ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പ്രസന്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം പറയാൻ അല്ല, പാസ്റ്റിൽ നടന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ പറയുന്നു, ഈ ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ നടന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ്, പക്ഷെ നമുക്ക് സമയം അറിയില്ല. രണ്ടാമത് വേറൊരു സന്ദർഭത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കും, വി ഡോണ്ട് കെയർ വെൻ ഇറ്റ് ഹാപ്പൻഡ്. ഇത് എപ്പോഴും സംഭവിച്ചെന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല, അതല്ല ഇമ്പോർട്ടൻ്റ് എങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. മൂന്നാമത് നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണ്. നമ്മൾ എവിടെയെങ്കിലും പോയതിനെ പറ്റി, പണ്ട് ഞാൻ കാഴ്ചബംഗ്ലാവിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ടുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ പറയും. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കും തിങ്സ് ദാറ്റ് ചേഞ്ച്ഡ്, മാറിയൊരു സന്ദർഭം. ഇപ്പം എനിക്കിപ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടി, അല്ലെങ്കിൽ ഞാൻ വീടും, ഇങ്ങനെയുള്ള മാറിയ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് വാച്ച്ഡ് ദ ബൈബിൾ ടെലി സീരിയൽ മെനി ടൈംസ്. നമ്മൾ ഓർക്കുന്നുണ്ട്, ബൈബിൾ ടെലി സീരിയൽ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, ദ ബൈബിൾ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ സമയം പറയുന്നുണ്ടോ? ഇല്ല, നമ്മൾ സമയം പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സമയത്തിന് വലിയ പ്രാധാന്യമില്ല. അപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് വാച്ച്ഡ്. ഹാവ് പിന്നെ വാച്ച്ഡ് എന്നുള്ളത് തേർഡ് ഫോമാണ്. ഐ ഹാവ് വാച്ച്ഡ് അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ദ ബൈബിൾ ടെലി സീരിയൽ മെനി ടൈംസ്. പിന്നെ ഉള്ള ഒന്നാണ് ഐ തിങ്ക് ഐ ഹാവ് മെറ്റ് ഹിം വൺസ് ബിഫോർ. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടിട്ടുള്ളൂ എന്നുള്ളതല്ല നമുക്കിവിടെ പ്രശ്നമല്ല, ഏത് സമയത്ത് കണ്ടു എന്നുള്ളത് പ്രശ്നമല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ പറയാറില്ലേ, ഞാൻ ഇന്ന പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ I think I have met him before. പിന്നെ she has learned to speak മലയാളം. അവൾ മലയാളം സംസാരിക്കാൻ വേണ്ടി പഠിച്ചു. മലയാളം നമുക്കറിയാം, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിനേക്കാളും വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ടു ലേൺ എന്നാണ് ഈ മലയാളത്തിനെ പറ്റി. മലയാളമാണ് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നമുക്ക് മലയാളം സംസാരിക്കാൻ അറിയാം എങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ മലയാളം അവൾ പഠിച്ചു എന്ന് നമ്മൾ പറയാം. ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു ഫോറിനർ ഇവിടെ വന്നു, അപ്പം അവൾ ഷീ ഹാസ് ലേൺ ടു സ്പീക്ക് മലയാളം. അവൾ മലയാളം സംസാരിക്കാൻ വേണ്ടി പഠിച്ചു. പക്ഷെ നമ്മൾ പറയുന്നില്ല എപ്പോൾ പഠിച്ചെന്ന് പറയുന്നില്ല. അപ്പോഴേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, വീണ്ടും ഞാൻ പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിലെ ഒരു കാര്യമാണ്. അവൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ല ഉപയോഗിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കാരണം നമ്മൾ സമയം പറയുന്നില്ല. പിന്നെ ഡോക്ടേഴ്സ് ഹാവ് ക്യൂർഡ് മെനി ഡെഡ്ലി ഡിസീസ്. അവർ ഭേദമാക്കിയിട്ടുണ്ട് ഒരുപാട്, വലിയ ഡെഡ്ലി ഡിസീസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഭേദമാക്കിയിട്ടുണ്ട്, ഒരുപാട് രോഗങ്ങൾ. പക്ഷെ നമ്മൾ സമയം പറയുന്നില്ല. അപ്പോഴും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ് എന്ത്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി മാൻ ഹാസ് വാക്ക്ഡ് ഓൺ ദ മൂൺ. നമ്മൾ പറയാണ് സമയം പറയുന്നില്ല, നമ്മൾ പറയാണ് മനുഷ്യൻ ചന്ദ്രനെ കൂടെ നടന്നിട്ടുണ്ട്, കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാവ് ലോസ്റ്റ് മൈ ഡിക്ഷണറി. എൻ്റെ ഡിക്ഷണറി ഞാൻ നഷ്ടപ്പെട്ടു പോയി. ഡിക്ഷണറി നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട സംഭവമാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഡിക്ഷണറി ഒരു കാരണവശാലും കളഞ്ഞു പോകരുത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിക്ഷണറി കളഞ്ഞു പോയി, സമയം പറയുന്നില്ല, എപ്പോഴും കളഞ്ഞു പോയി, അറിയത്തില്ല, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി, ഐ ഹാവ് ബീൻ ടു US.
ഞാൻ US പോയിട്ടുണ്ട് എക്സ്പീരിയൻസ് ആണ്. ഹൗ മെനി ടൈംസ് ഹാവ് യു ബീൻ ടു US? നിങ്ങൾ എത്ര തവണ നിങ്ങൾ US പോയിട്ടുണ്ട്? അതൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറന്നുപോയി, നിങ്ങൾ ഓർമ്മ ഇട്ടാൽ മതി. മൈ വൈഫ് ഹാസ് നെവർ ട്രാവൽ ബൈ ട്രെയിൻ. അവൾ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടേ ഇല്ല. അത് എക്സ്പീരിയൻസ് ആയിരുന്നു, അവൾ നഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ആണ്. അവൾ ട്രാവൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു, ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നെവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു നെഗറ്റീവ് വേർഡാണ്. ഹാസ് ട്രാവൽഡിന്റെ നടുവിൽ നമ്മൾ നെവറും കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോഴും സഞ്ചരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. മൈ വൈഫ് ഹാസ് ട്രാവൽ ബൈ ട്രെയിൻ. അവൾ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാക്കാവേ. പിന്നെ നമ്മൾ പറയുന്ന തിങ്സ് ദാറ്റ് ചേഞ്ച്, മാറിയ കാര്യങ്ങൾ. ഐ ഹാവ് ഗെയിൻഡ് വെയിറ്റ്. ഒരു 5 വർഷം മുമ്പ് എനിക്ക് ഒരു 65 കിലോ, ഇപ്പോഴും ഞാനൊരു 75 കിലോ. സോ ഐ ഹാവ് ഗെയിൻഡ് വെയിറ്റ്. നമുക്കറിയില്ല എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ ഐ ഹാവ് മൂവ് ടു അനദർ ഹൗസ്. നമ്മളാരും നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ വീട് അറിയാം. ഐ ഹാവ് മൂവ് ടു അനദർ ഹൗസ്. നമ്മൾ സമയം പറയുന്നില്ല, പക്ഷെ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പ്രസന്റിൽ നടന്നൊരു കാര്യം പറയാനല്ല, കഴിഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്, പക്ഷെ മനസ്സിലാക്കാൻ ആണ് ബുദ്ധിമുട്ട്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ഇന്റർനെറ്റിൽ ഒത്തിരി സെർച്ച് ചെയ്ത് കാണും. ഇതിപ്പോൾ IELTS പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.